ഹായ് ഫ്രണ്ട്സ്, പ്രിയ സനശ്രീ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇവർ BB380 ഒന്നും അല്ല കേട്ടോ, ഇവർ സാധാരണക്കാരാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു BB380യുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കാനും അങ്ങനെയൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് ആ BB380യുടെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളും കമൻസുകളും ഒക്കെ എഴുതിയിട്ടിട്ടുണ്ട്. ചിലരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്, അങ്ങനെ കോഴികളെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ സന്തോഷമാണ്. ഒരുപാട് സ്നേഹം, ഒരുപാട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. അപ്പോൾ ബാക്കി ഭാഗം എല്ലാവരും കണ്ടോളൂ. കണ്ടിട്ട് ഇതും അതേപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ എഴുതിയിടാൻ എല്ലാവരും മറക്കരുത് കേട്ടോ. കുറച്ച് പേരൊന്നും, ഒത്തിരി പേരൊന്നും ഇല്ല, കുറച്ച് പേര്. ഞാൻ ചെറിയ രീതിയിലൊന്ന് തുടങ്ങുവാണ്. ഇത് സക്സസ് ആകും എന്നുള്ള ഉറപ്പോടെ തന്നെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഉറപ്പായിട്ടും ഇത് സക്സസ് ആയ അനന്ത് ചേട്ടന്റെ ഒരു കൂടടക്കം ഞാൻ ഇവിടുന്ന് സെറ്റ് ചെയ്തുകൊണ്ട് പോകും. എനിക്കൊരാഗ്രഹമാണ്, 1000 കോഴി അടങ്ങുന്ന ഒരു കൂട് എന്റെ വീട്ടിൽ സെറ്റ് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. അതുപോലെ തന്നെ എന്റെ വീഡിയോയ്ക്കടിയിൽ അനന്ത് ചേട്ടന്റെ വീഡിയോയുടെ ലിങ്ക് കാണും. അനന്ത് ചേട്ടന്റെ വിശേഷങ്ങളും കാര്യങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, കൂടുതലും ഫാമിങ്ങും കാര്യങ്ങളും കോഴി നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ചേട്ടൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്, എന്നെ പോലെ അതിനകത്തില് വീട്ടുകാര്യങ്ങളും കാര്യങ്ങളും ഒന്നും അനന്ത് ചേട്ടൻ ഇടത്തില്ല. കറക്റ്റ് അല്ലേ? എന്താണ് അനന്ത് ചേട്ടന്റെ കണ്ടന്റ് അതിനകത്ത്? ഞാൻ എന്റെ ഫാമിംഗ് മേഖലയിൽ എന്റെ വർക്ക് നടക്കുന്നതിനെ പറ്റിയും കോഴി സംബന്ധമായിട്ടുള്ള വീഡിയോസ് ആണ് കൂടുതൽ. ചാനലിന്റെ പേരൊന്ന് പറഞ്ഞോളൂ, ഇനി അഥവാ ലിങ്ക് എനിക്ക് കൊടുക്കാൻ പറ്റി. ഫാമിന്റെ പേര് തന്നെയാണ് പന്തളം ഫാമിംഗ് സൊല്യൂഷൻ എന്നാണ് ഞങ്ങൾ എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര്. അതിനകത്ത് ഈ കോഴികളെ സംബന്ധിച്ച്, പോൾട്രി സംബന്ധിച്ചുള്ള വീഡിയോസ് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യാം. സാധാരണഗതിയിൽ പറയാറുണ്ട് മറ്റൊരു വീഡിയോ ഒരു യൂട്യൂബറെ നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും നമ്മളങ്ങ് പറയുമോ, നമുക്ക് അങ്ങനെ. അതുപോലെ വേറൊരു ഒരാൾക്ക് ഇതിൽ കൊണ്ട് ഉപകാരമാകുന്നെങ്കിൽ ആയിക്കോട്ടെ. അനന്ത് ചേട്ടനെ കാണുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രയോജനം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും വേണം പ്രയോജനം. അതുപോലെ തന്നെ എന്റെ ലൈഫില് ആദ്യമായിട്ടാണ് ഒരാള് എന്റെ ഫാമിനകത്ത് ഞങ്ങൾ ആരെയും കേറ്റാറില്ല. അതുപോലെ തന്നെ സാനിറ്റൈസ് ചെയ്തിട്ടാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. ഞങ്ങൾ കൈയൊക്കെ കഴുകി നമ്മൾ സാനിറ്റൈസർ ഒക്കെ ഉപയോഗിച്ച് എല്ലാം ചെയ്തിട്ടാണ് ഇതിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത്. പ്രത്യേകം എന്നോട് പറഞ്ഞിരുന്നു, പ്രിയ ഞാൻ അങ്ങനെ കയറ്റാറില്ല ആരെയും. പിന്നെ എനിക്കൊരു കൺസെഷൻ കിട്ടുന്ന ഒരു കാര്യമുണ്ട്, ഞാനത് പറയത്തില്ല. കാരണം വെച്ചാല് ഞാൻ യൂട്യൂബ് വീഡിയോ ഒക്കെ ഇടാറുണ്ട്, പക്ഷെ ഞാൻ യൂട്യൂബ് ലൈവിൽ വന്നിട്ടില്ല. അപ്പോൾ പ്രിയ ഇങ്ങനെ ഒരു വട്ടം എന്നെ വിളിച്ചു, നിങ്ങൾ ചാനൽ നല്ലതായിട്ടുണ്ട്, നല്ല വീഡിയോസ് ആണ്, ഞാൻ വളരെ ഉപകാരപ്പെടുന്നുണ്ട്, ഞാനൊരു യൂട്യൂബർ ആന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി. അങ്ങനെയാണ് ഞാൻ വീഡിയോ ഇതെങ്ങനെ ലൈവിൽ ഇടുന്നതെന്ന് ചോദിച്ചത്. അങ്ങനെ പ്രിയാണ് എനിക്ക് അതുകൊണ്ട് എല്ലാവരും അതുകൊണ്ട് അനന്ത് ചേട്ടനെ ബുദ്ധിമുട്ടിക്കല്ലേ, ഫാമിനകത്ത് കയറി വീഡിയോ എടുക്കണം. വീഡിയോ എടുക്കാനായിട്ട് ഒരു യൂട്യൂബേഴ്സും ഇങ്ങോട്ട് വരരുത് പ്ലീസ്. നിങ്ങൾക്ക് കോഴി വേണമെങ്കിൽ വന്ന് മേടിക്കാം, വെളി വന്നു എന്ന് വേണമെങ്കിൽ സംസാരിക്കാം. അല്ലേ, ഇത് 3500ഓളം കോഴികൾ കിടക്കുന്നത്. അപ്പൊ അവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇങ്ങോട്ട് ആരും വരരുത്. നമ്മളെ പോലുള്ളവര് പോകും. എനിക്കറിയാം, ഞാൻ എവിടെ ഉണ്ടൊരു ഫാം അല്ലെ, എവിടെ ഉണ്ടൊരു ഇങ്ങനെ വളർത്തുന്നവരെന്ന് തപ്പി നടക്കുന്ന ആളാണ്. കാരണം വീഡിയോസ് കണ്ടന്റ് വേണ്ടേ നമുക്ക്, അതിന് വേണ്ടിയിട്ട്. അപ്പൊ ദൈവത്തെ ഓർത്ത് അനന്ത് ചേട്ടനെ വിളിച്ചാരും ബുദ്ധിമുട്ടിക്കരുത്. അതിന് വേണ്ടിയിട്ട് ഫാമിന്റെ ഉള്ളിൽ ചേട്ടൻ കയറ്റില്ല. ഇത് ഏകദേശം 3500 കോഴികളാണ് ഇവിടെ ഇപ്പൊ സ്ഥിതിയിലുള്ളത്. ഇതിപ്പോ ഞങ്ങൾ വർക്ക് ചെയ്ത് കുറെ സൈറ്റുകളുണ്ട് കണ്ണൂരൊക്കെ. അപ്പൊ അവിടത്തേക്ക് കൊടുക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. അവർക്ക് ഇത്ര സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള കോഴികളെ മതി, വലുതായിട്ടുള്ള. അപ്പൊ അങ്ങനെ അതിനുവേണ്ടി സ്റ്റോക്ക് ചെയ്തിരിക്കുക. റീറ്റെയിൽ ആയിട്ട് നമ്മൾ സെയിൽസ് ഇല്ല, ഫ്രീക്ക് മാത്രമാണ് ഇപ്പൊ കൊടുത്തത്. ഇതിപ്പോ ഏത് റേഞ്ച് തൊട്ടാണ് ഈ ഇനത്തിൽ നിൽക്കുന്ന? ഇവിടെ നമ്മളിപ്പോ 3.5 മാസം പ്രായമുള്ള കോഴി ഇതിനകത്ത് ഇത് 350 രൂപ റേറ്റിലാണ് പോകുന്നത്. ഇത് ഒറിജിനൽ ഒറിജിനൽ അതെങ്ങനെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്? ഫസ്റ്റ് ഈ BB380 ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട്. BB380 എന്ന് പറഞ്ഞ കോഴികളെ മേടിച്ചിട്ട് അത് ഒറിജിനൽ അല്ലാത്തതുകൊണ്ട് ചേട്ടന്റെ അഭിപ്രായത്തിൽ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ബ്രീഡുകൾ ഇപ്പൊ വന്നിട്ടുണ്ട്. സാധാരണപ്പെട്ട ആൾക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. പക്ഷെ നമുക്കിത് കണ്ട് പരിചയമായതുകൊണ്ട് നമുക്കറിയാൻ പറ്റും. പക്ഷെ ഇതിന്റെ തൂവലിന്റെ ഷൈനിങ്ങും ഇതിന്റെ വളർച്ചയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചിലവർ BB380ക്ക് ഒരു കാരണവശാലും 1 കിലോ 700 ഗ്രാമിൽ അല്ലെ 800 ഗ്രാമിൽ കൂടുതൽ BB380ക്ക് വെയിറ്റ് വരില്ല. ഇപ്പം ഇതേപോലെ തന്നെ ഇതിന്റെ ഒരു പേര് ഞാൻ ഇൻഡിബ്രോൺ ഇതേപോലെ തന്നെ കളർ വരും. അതേപോലെ തന്നെ
ഹൈലൈൻ എന്ന് പറഞ്ഞ ഒരു ബ്രീഡ് വരുന്നുണ്ട്. സെയിം BB380 കൂട്ട് തന്നെ ഇരിക്കും, പക്ഷെ മുട്ട കുറവായിരിക്കും. മുട്ട കുറവാണ്. അത് കോഴികളെ മേടിക്കാൻ BB380 ആന്ന് പറഞ്ഞ് ഓടിപ്പോയി കോഴികളെ മേടിക്കാൻ പോകുന്നവരൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടേ പോയി മേടിക്കാൻ. ഇവര് മുട്ട പർപ്പസ് മാത്രമാണ്. ഇത് അതുപോലെ തന്നെ ഇതെല്ലാം ഫീമെയിലാണ്. ഫീമെയിൽ ഇതിനകത്ത് 2, 3 മാത്രമൊക്കെ ഈ വൈറ്റ് വരുന്ന എല്ലാം മെയിലുകളാണ്. വൈറ്റ് അങ്ങനെ വരത്തില്ല. പക്ഷെ ഇപ്പൊ ഈ ബാച്ച് ഞങ്ങൾ 5000 കോഴികളാണ് 2 ഫാമിലായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ 3500, വേറൊരു ഫാമിൽ 1500. അങ്ങനെ അതിനകത്ത് ഏകദേശം ഒരു 10 എണ്ണം വന്നിട്ടുണ്ട്. ഫീമെയിൽ മെയിലായിട്ട് സെക്സ് തിരിച്ചാ വരുന്നത് എങ്കിൽ പോലും അവ തെറ്റിപ്പോകുന്നതായിരിക്കും. ഇത്രയും സെക്സ് ചെയ്യുമ്പോൾ തെറ്റിപ്പോകുന്നതാണ്, അങ്ങനെ വരുന്നതാണ്. അപ്പം പിന്നെന്താ ചോദിക്കാം, പിന്നെന്താണ് ഇവരുടെ വെള്ളം ഇവിടെ ഇത് ലെയർ ലിറ്റർ സ്റ്റേജിലാണ് വളർത്തുന്നത് നമ്മള്. ഒരു മുട്ടയുടെ ഇപ്പൊ നമ്മള് കേജ് സിസ്റ്റത്തിലോട്ട് ആക്കാം ഈ കോഴികളെ, കുഴപ്പമില്ല. കേജ് സിസ്റ്റത്തിലോട്ട് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മുട്ടകൾ കൂടുകയും ചെയ്യും. സാധാരണ 5 മാസത്തിലാണ് മുട്ടയിൽ തുടങ്ങുന്നത്. ചിലപ്പോൾ നമ്മളിപ്പം കേജ് സിസ്റ്റത്തിലോട്ട് ആക്കിയാൽ ചിലപ്പോൾ 4.25 മാസത്തിലൊക്കെ എഗ്ഗിങ് സ്റ്റാർട്ട് ആവും, നേരത്തെ തന്നെ ആക്കി കഴിഞ്ഞാൽ. ചില സമയങ്ങളിൽ അത് നമ്മളതിനെ പരിപാലിക്കുന്ന പോലെ ഇരിക്കും. ഇപ്പൊ ഞാൻ ഇന്ന് ഇതിനെ കൊണ്ടുപോയിട്ട് ഇന്ന് തൊട്ട് ഞാൻ എന്താണ് ഇവർക്ക് വേണ്ടി സ്പെഷ്യൽ ചെയ്ത് കൊടുക്കുക? ഇവരെ സ്പെഷ്യലായിട്ട് ചെയ്യേണ്ടത് ഓവർ ഫീഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾ കൃത്യസമയത്ത് തീറ്റി കൊടുക്കുക. ഇപ്പൊ നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ തന്നെ രാവിലെ ടൈമിംഗ് ഉണ്ട്. അതിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ആ ടൈമിംഗ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഇച്ചിരി സന്ധ്യയായി വന്നപ്പോൾ അതുകൊണ്ട് വെട്ടക്കുറവൊക്കെ ഉണ്ട്. എന്നാലും നല്ല നല്ല അറിവുകളാണ്, ഒന്ന് കണ്ട് കേട്ടോളുക. നിങ്ങൾ കൃത്യമായിട്ടൊരു കോഴി ഫാം ഞങ്ങളുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരു കടയിൽ നിന്ന് വാങ്ങിച്ചാൽ നിങ്ങളൊരു ടൈമിംഗ് ഫിക്സ് ചെയ്യണം കോഴികൾക്ക്. രാവിലെ 7 മണി അല്ലെങ്കിൽ 7 മണിക്ക് കൊടുക്കുമെങ്കിൽ എല്ലാ ദിവസവും 7 മണി 7 മണിക്ക് കൊടുക്കുന്ന നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സമയം. അത് 9 മണിയാകാം, 6 മണിയാകാം, അതിനിപ്പം 8:30 അങ്ങനെ ഒരു ഫിക്സ് കൊടുക്കുക. അതേപോലെ തന്നെ വൈകുന്നേരവും കൃത്യസമയത്ത് കൊടുക്കുക. 2 നേരം മതി. പക്ഷേ ഓവർ ഫീഡിങ് കൊടുക്കല്. നമ്മൾ രാവിലെ തീറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഇതിന്റെ പാത്രം കാലിയാകണം. പിന്നെ തീറ്റി കൊടുക്കരുത്. പിന്നെ ആ തീറ്റി കഴിച്ച തീറ്റി ഡൈജസ്റ്റ് ചെയ്യാനുള്ള സമയം നമ്മളിപ്പോ ആഹാരം എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും ഇല്ല. അതേപോലെ ഡൈജസ്റ്റ് അത് നമുക്കൊരു അയ്യോ ഇത് വിശന്ന് കിടക്കാന്ന് വെച്ചാൽ കൊടുത്തു കഴിഞ്ഞാൽ മുട്ട കുറയും. അതൊക്കെ ഇതിനകത്ത് ബാധകമായിരിക്കും. പെട്ടെന്ന് നെയ് മുറ്റും, വലിയ സൈസ് ആവും, ബ്ലഡിന്റെ സ്റ്റെയിൻ ഉണ്ടാവും, പിന്നെ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ഉണ്ടാവും. നല്ല അറിവുകളിലേക്ക് ഒരുപാട് നന്ദി. അപ്പൊ ഇനി നമുക്കെന്നാ ഇവരെ പാക്ക് ചെയ്യാം. എന്തെങ്കിലും ഒന്നും ഇല്ലല്ലോ, എന്തെങ്കിലും ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞു തരാൻ. അപ്പൊ ഒന്ന് കാണിച്ചു ഒന്ന് മൊത്തത്തിൽ കാണിച്ചു കേറിയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവരുടെ ഇടയ്ക്കൂടെ നല്ല അതിവിശാലമായിട്ടൊന്ന് നടക്കും കേട്ടോ. 10,3500 കോഴികളുടെ ഇടയ്ക്കൂടി ഇങ്ങനെ നടക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഒരു ലൈവ് പഠിപ്പിച്ചതിന്റെ ഒരു ഗുണമല്ലേ. മിക്കവാറും എന്നെ ഇവിടെ ഓടിക്കുന്ന കണ്ടോ. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, എനിക്ക് ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുള്ള കാര്യമാണെന്ന്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ആരും മറക്കല്ലേ, ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പൊ ഇവരിൽ കുറച്ച് പേരെ ഞാനിപ്പോ കൊണ്ടുപോകും. ഒത്തിരി പേരൊന്നും ഇല്ല കേട്ടോ, 10-25 പേരായിട്ട് ഞാനിപ്പോ പോകും. ഞാനിവിടെ വന്നിരിക്കുന്നത് കണ്ടോ, ഇനി അറ്റം തൊട്ട് അങ്ങേറ്റം വരെ ഒരു 3000, ഇതെത്രയാ 3500 അല്ലേ കേട്ടോ? 3500. ഒരു 3500ഓളം കോഴികളാണ് ഇവിടെ കിടക്കുന്നത്. ഇവരെ അടുത്ത ചേട്ടൻ പണിഞ്ഞിരിക്കുന്ന ഇവിടേക്ക് കൊണ്ടുപോകാനുള്ള ഇത് ലൂസായിട്ട് കൊടുക്കത്തില്ലല്ലോ. ലൂസായിട്ട് കൊടുത്തരില്ല. ഇതിനു വേണ്ടി ഡിസംബർ അവസാനത്തേക്ക് കൊടുക്കും. ഡിസംബർ അവസാനത്തേക്കിന് ലൂസായിട്ട് കിട്ടുന്നതായിരിക്കും. അതായത് എന്നെ പോലെയുള്ള ചെറുകിട കർഷകർക്ക് ലൂസായിട്ട് കിട്ടും. ഇതിപ്പോ ഫാമിലേക്ക് വേണ്ടി, ഫാം പണിഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എടുത്തിട്ടിരിക്കുന്ന കോഴിയാണ്. ഞങ്ങൾ കോഴിക്കൂടുകൾ പണിഞ്ഞു കൊടുക്കുന്നുണ്ട്. കോഴിക്കൂടുകൾ പണിഞ്ഞു കൊടുക്കുന്നുണ്ട് അവർക്ക് കൊടുക്കാനാണ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു 15 കോഴിയുടെ കൂടും കോഴി ഉൾപ്പെടെ വേണമെങ്കിൽ ചെയ്തു തരും. അതായത് എത്ര തൊട്ട് എത്ര വരെ ചെയ്ത് കൊടുക്കാൻ? നമ്മള് 16 കോഴി ഇടുന്ന കേജ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള ചെറിയ കോഴിക്കൂട്. പിന്നെ 24 കോഴി, പിന്നെ 48, പിന്നെ 100, 200, 144 അങ്ങനെ കോഴിയും കൂടും വീട്ടിലെത്തിച്ചു. അതെ,
അതിന്റെ വേസ്റ്റ് മാനേജ്മെന്റ് എല്ലാം ഉൾപ്പെടെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഇപ്പൊ 100ന്റെ മേളോട്ടാണെങ്കിൽ താഴെയും ചെയ്യാം. അതിനുള്ള മെഷർമെന്റ് കൊടുക്കും, നിങ്ങൾ തന്നെ ചെയ്തു തരണം. അതിന്റെ പ്ലാൻ കൊടുക്കും. ആ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ കട്ടയൊക്കെ കെട്ടി തന്നു കഴിഞ്ഞാൽ അവിടെ അതേപോലെ വന്ന് ചെയ്തു തരാം. 50 കോഴിയുടെ കൂട് വരെ ഞങ്ങൾ വണ്ടിയിൽ പണിഞ്ഞ് കയറ്റി വിടുക. അതിൽ കൂടുതലോട്ട് അവിടെ വന്നിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്യുക. അപ്പൊ നമുക്ക് ഇത് ഇവിടെ ഇപ്പൊ ഇത് കൊണ്ടുപോയി ഞാനൊരു സക്സസിൽ എത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്റെ ഒരു സ്വപ്നം അതാണ്. ഞാനത് യാഥാർത്ഥ്യമാക്കാൻ ചേട്ടൻ എന്റെ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്ക് വിളിക്കും, ശല്യം ചെയ്യും. എപ്പോഴും ഞാൻ ഈ പ്രൈവറ്റ് നമ്പറാണ് യൂസ് ചെയ്യുന്നത്. സെയിം എല്ലാ യൂട്യൂബിലെല്ലാം കൊടുക്കുന്നത്. ഓക്കെ, താങ്ക് യു ചേട്ടാ. വെൽക്കം.